ഫെബ്രുവരി 25 വാഴ്ത്തപ്പെട്ട സിസ്റ്റർ റാണി മരിയ, കന്യക, രക്തസാക്ഷി. ജനനം 1954 ജനുവരി 29 കേരളത്തിൽ പുല്ലുവഴി ഇടവകയിൽ. മരണം 1995 ഫെബ്രുവരി 25 മധ്യപ്രദേശിലെ ഇൻഡോറിൽ. അല്ലയോ ക്രിസ്ത്യാനി, നീ ക്രിസ്തുവിനെ അറിയുന്നു, എന്നാൽ ക്രിസ്തുവിന് നിന്നെ അറിയാമോ? ഈ ഒരു ചോദ്യം ആമുഖമായി നിങ്ങളോട് ചോദിച്ചുകൊണ്ട് പറയട്ടെ. വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ആശീർവാദത്താൽ രൂപം കൊള്ളുകയും ആ ചുടുനിണത്താൽ പോഷിപ്പിക്കപ്പെടുകയും ചെയ്ത സീറോ മലബാർ സഭയുടെ മകൾ സിസ്റ്റർ റാണി മരിയ FCC 2000 വർഷങ്ങൾക്കിപ്പുറം ക്രിസ്തുവിൻ്റെ യഥാർത്ഥ ശിഷ്യയായി തീർന്നു. തൻ്റെ കർമ്മപദത്തിൽ ഭാരതസഭയുടെ ആദ്യ രക്തസാക്ഷിണി. കർത്താവേ, കർത്താവേ എന്ന് എന്നെ വിളിച്ചപേക്ഷിക്കുന്നവനല്ല, എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ, കർത്താവേ, ഞങ്ങൾ നിൻ്റെ നാമത്തിൽ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലേ? അപ്പോൾ ഞാനവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 23 വരെയുള്ള വാക്യങ്ങളാണ് ആമുഖമായി ചോദിച്ചത്. അല്ലയോ ക്രിസ്ത്യാനി, ക്രിസ്തുവിന് നിന്നെ അറിയാമോ? 2 തരം രക്തസാക്ഷികളുണ്ട്. ചില സംഘടനകൾക്ക് വേണ്ടി പ്രവർത്തിച്ച് മറ്റുള്ളവരാൽ കൊല്ലപ്പെട്ട് സ്വന്തം കുടുംബത്തിൻ്റെ മാത്രം തീരാവേദനയായി മാറുന്നവരാണ് ഒന്നാമത്തെ രക്തസാക്ഷികൾ. കുറേ നാൾ അവരുടെ പേരുകളും ചിത്രങ്ങളും ചുമരുകളിൽ കാണാം, പിന്നീട് അവർ വിസ്മരിക്കപ്പെടും. രണ്ടാമത്തെ വിഭാഗം രക്തസാക്ഷി ക്രിസ്തുവിൻ്റെ നാമം പകർന്നു കൊടുക്കുവാൻ ഇറങ്ങിത്തിരിച്ചതിൻ്റെ പേരിലോ ക്രിസ്ത്യൻ നാമധാരി ആയതിനാലോ കൊല്ലപ്പെട്ടവരാണ്. ആരാരും അറിയപ്പെടാത്ത ഇടങ്ങളിൽ വെച്ച് അവർ കൊല്ലപ്പെടുകയും മറവ് ചെയ്യപ്പെടുകയും ചെയ്തേക്കാം. കേവലം ക്രിസ്ത്യൻ നാമത്തിനപ്പുറം ജീവിതം കൊണ്ട് ഒരിക്കലെങ്കിലും ഈശോയ്ക്ക് വേണ്ടി, സഭയ്ക്ക് വേണ്ടി ജീവിച്ചതാണെങ്കിൽ, തങ്ങളുടെ ജീവിതത്താൽ ക്രിസ്തുവിൻ്റെ പ്രവൃത്തികൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തവരാണെങ്കിൽ, ഇവർ മൗനം ഭജിച്ചാൽ ഈ കല്ലുകൾ ആർത്ത് വിളിക്കുമെന്ന് ലൂക്കാസ് സുവിശേഷം 19:40 പറഞ്ഞ യേശുവിൻ്റെ വാക്കുകൾ ജീവൻ ഭവിച്ചാലെന്ന പോലെ രക്തസാക്ഷിയുടെ ചുടുനിണം വീണ മണ്ണും ദേശവും ക്രിസ്തീയതയുടെ തേർവാഴ്ച നടത്തുകയും ജനഹൃദയങ്ങളിലൂടെ ആൾത്താരയുടെ വണക്കത്തിലേക്ക് വരെ ദൈവം അവരെ മാനിച്ചുയർത്തുകയും ചെയ്യും. ക്രിസ്തുവിനെ പ്രണയിച്ച് സന്യാസത്തെ വരിച്ച് സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ആദിവാസി സമൂഹത്തെ മതപരിവർത്തനം നടത്താതെ ദൈവസ്നേഹത്താൽ മനപരിവർത്തനം നടത്തി വിദ്യാഭ്യാസത്തിലൂടെയും സാമൂഹിക ബോധവൽക്കരണത്തിലൂടെയും ഒരു ജനതയെ കൈപിടിച്ചുയർത്തിയതിൻ്റെ പേരിൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ട സിസ്റ്റർ റാണി മരിയയെയും അവളുടെ ഘാതകനോട് ക്ഷമിച്ച് മകളെ കൊന്നവൻ്റെ കൈകളിൽ ചുംബിച്ച് സുപുത്രനായി സ്വീകരിച്ച മാതാപിതാക്കളെയും നമുക്ക് പരിചയപ്പെടാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായം 21 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ്. അപ്പോൾ പത്രോസ് മുന്നോട്ട് വന്ന് അവനോട് ചോദിച്ചു, കർത്താവേ, എന്നോട് തെറ്റ് ചെയ്യുന്ന എൻ്റെ സഹോദരനോട് ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? യേശു അരുളി ചെയ്തു, 7 എന്നല്ല 70 പ്രാവശ്യമെന്ന് ഞാൻ നിന്നോട് പറയുന്നു. എറണാകുളം ജില്ലയിലെ പുല്ലുവഴി സെൻറ്റ് തോമസ് ഇടവകാംഗമായ വട്ടാലിൽ കുടുംബത്തിലെ പൈലി ഏലീശ ദമ്പതിമാരുടെ 7 മക്കളിൽ 2ാമത്തെ കുട്ടിയാണ് മേരിക്കുഞ്ഞ് എന്ന റജീന മറിയം. നിത്യവ്രത വാഗ്ദാന സമയത്ത് മേരിക്കുഞ്ഞ് തൻ്റെ പേര് സിസ്റ്റർ റാണി മരിയ FCC എന്നാക്കി. 5 പെണ്ണും 2 ആണുമുള്ളതിൽ മേരിക്കുഞ്ഞും സിസ്റ്റർ സെൽമി പോൾ FCC എന്ന സെലിനും നസ്രത്തിലെ യേശുവിനെ അഗാധമായി പ്രണയിച്ച് മഠത്തിൽ ചേർന്നു. 1971 ജൂലൈ 3 ദുക്രാന തിരുനാളിൻ്റെ അന്ന് മേരിക്കുഞ്ഞും പിന്നീട് സിസ്റ്റർ സോണി മരിയ FCC ആയി മാറിയ കസിൻ സിസ്ലിയും കിടങ്ങൂരുള്ള ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് മഠത്തിൽ ചേർന്നു. 1974 മെയ് 1 പ്രഥമ വ്രതവാഗ്ദാനം നടത്തി റാണി മരിയ എന്ന പേര് സ്വീകരിച്ചു. ഉത്തരേന്ത്യൻ മിഷനെക്കുറിച്ചും തങ്ങളുടെ സാഹസിക പ്രേക്ഷിത വേലയെക്കുറിച്ചും സഹസന്യാസിനിമാരിൽ നിന്നും കേട്ടറിഞ്ഞ സിസ്റ്റർ റാണി മരിയ പ്രേക്ഷിത ചൈതന്യത്തിൽ നിറഞ്ഞ് 1975 ഡിസംബർ 24 ബിജിനോറിലെ സെൻറ്റ് മേരീസ് കോൺവെൻറ്റിലെത്തി. 8 വർഷക്കാലം അധ്യാപികയായി സേവനമനുഷ്ഠിച്ചു. 1980 മെയ് 22 അങ്കമാലിയിൽ സെയിൻറ്റ് ഹോർമീസ് ദേവാലയത്തിൽ വെച്ച് നിത്യവ്രത വാഗ്ദാനം നടത്തി. 1983 ജൂലൈ 21 സത്ന മിഷൻ രൂപതയിലേക്ക് സ്ഥലം മാറ്റം കിട്ടി. അവിടെ സാമൂഹിക പ്രവർത്തനങ്ങളിൽ കോർഡിനേറ്ററായി പ്രവർത്തിച്ചു.
1989, 1992 കാലഘട്ടത്തിൽ ലോക്കൽ സുപ്പീരിയറായി. ഈ കാലയളവിൽ സോഷ്യോളജിയിൽ ബിരുദം നേടി. 1992 മെയ് മാസം ഉദയനഗറിലേക്ക് ട്രാൻസ്ഫറായി. സർക്കാരിൽ നിന്നും ജനങ്ങൾക്കായി നൽകുന്ന പണം രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥ വൃന്ദവും അർഹതപ്പെട്ടവർക്ക് നൽകിയിരുന്നില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 45 വർഷം കഴിഞ്ഞിട്ടും മാറുമറയ്ക്കാൻ മേൽമുണ്ട് പോലുമില്ലാത്ത സ്ത്രീകളും സമൂഹത്തിൽ നിന്നും പാർശ്വവൽക്കരിക്കപ്പെടുന്ന മനുഷ്യ സമൂഹവും സിസ്റ്റർ റാണി മരിയയിലെ ക്രൈസ്തവ വിളിയെ ആത്മാവിൽ വേദനയുടെ മൂർച്ച കൂട്ടിക്കൊണ്ടിരുന്നു. 3 വർഷം കൂടുമ്പോൾ കേരളത്തിലേക്ക് അവധിക്ക് വരുന്ന സിസ്റ്റർ റാണി മരിയ സഹോദരങ്ങളായ സ്റ്റീഫൻ, ആനി, വർഗീസ്, ത്രേസ്യാമ, ലൂസി ഉൾപ്പെടെയുള്ളവരുടെയും മറ്റ് സിസ്റ്റേഴ്സിൽ നിന്നും കിട്ടുന്ന ഉപയോഗിച്ച വസ്ത്രങ്ങൾ ശേഖരിച്ച് തിരികെ ബിജ്നോറിലേക്ക് പോകും. ആദിവാസികളെയും എളിയവരെയും വിദ്യാഭ്യാസം നൽകി പൗരബോധവും അവകാശങ്ങളെക്കുറിച്ചുള്ള അവബോധവും നൽകി വളർത്തി. സർക്കാരിൽ നിന്നും തങ്ങൾക്ക് ലഭിക്കുന്ന പണം ഇടനിലക്കാരെ കൂടാതെ നേരിട്ട് വാങ്ങാനായി സേവാ സംഘങ്ങൾ രൂപീകരിച്ചു. വീട്, വെള്ളം, വൈദ്യുതി എന്നിവ ഗ്രാമങ്ങളിലേക്ക് എത്തിച്ചു. അതിനായി ഉദ്യോഗസ്ഥ വൃന്ദങ്ങളെ നിരന്തരം പിന്തുടർന്നു. കൃഷിയിറക്കാൻ പണമില്ലാത്ത കൃഷിക്കാർക്ക് പഞ്ചായത്ത് മെമ്പർമാരായുള്ള ജന്മിമാർ സർക്കാരിൽ നിന്ന് ലഭിക്കുന്ന പണം പലിശയ്ക്ക് കൊടുക്കുമായിരുന്നു. ഗോതമ്പ് വിളയുമ്പോൾ മഴയെത്തും. വലിയ ഐസ് കെട്ടുകൾ ആകാശത്തു നിന്നും പൊഴിഞ്ഞ് കൃഷിനാശം സംഭവിക്കുമ്പോൾ പണം തിരിച്ചടയ്ക്കാൻ നിവൃത്തിയില്ലാത്ത ദളിതനെയും ആദിവാസിയെയും ജന്മിമാർ അടിമകളായി പിടിച്ചുകൊണ്ടുപോകും. നല്ല ആഹാരമോ ശമ്പളമോ കിട്ടാതെ ആജീവനാന്തം അവർ ജന്മിമാർക്കായി ജോലി ചെയ്യാൻ നിർബന്ധിക്കപ്പെട്ടു. എതിർക്കുന്നവരെ ശിക്ഷിക്കുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന പ്രാകൃത സമ്പ്രദായത്തെ സിസ്റ്റർ റാണി മരിയ എതിർത്തിരുന്നു. 1995 സിസ്റ്ററിൻ്റെ മരണത്തിന് ആഴ്ചകൾക്ക് മുമ്പ് മഠത്തിലെ എല്ലാവരും ചേർന്ന് ജനുവരി 14 ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുത്തു. കൂടെ വ്യക്തിഗത ഫോട്ടോകളും. ആ ചിത്രമാണ് നമുക്കിന്ന് പരിചിതമായ സിസ്റ്റർ റാണി മരിയയുടെ ഫോട്ടോ. 1995 ഫെബ്രുവരി 24 ഇൻഡോറിലേക്ക് എത്തിയ സിസ്റ്റർ തെരേസയ്ക്ക് മുരിങ്ങൂറിലെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വെച്ചുണ്ടായ ഒരു ദർശനം തൻ്റെ മഠത്തിലെ ഒരു കന്യാസ്ത്രീ മരിക്കുന്നു എന്നുള്ളതായിരുന്നു. 1995 ഫെബ്രുവരി 25 സിസ്റ്റർ റാണി മരിയ ഇൻഡോറിലേക്കും തുടർന്ന് കേരളത്തിലേക്കും പോകുവാനായി പുതിയ ഫോട്ടോയും വിശേഷാവസരങ്ങളിൽ ധരിക്കുവാൻ വേണ്ടി സഹസന്യാസിനിമാരാൽ നിർബന്ധിക്കപ്പെട്ട് ആദ്യമായി തയ്പ്പിച്ച തിരുവസ്ത്രം ടെറിക്കോട്ടനാൽ നിർമ്മിതമായത് ബാഗിലാക്കി യാത്ര പറഞ്ഞിറങ്ങി. സ്ഥിരം പോകുന്ന ബസ് അന്നേ ദിവസം വന്നില്ല. 1 മണിക്കൂർ കഴിഞ്ഞ് സിസ്റ്റർ വന്നാൽ മതിയെന്ന് അവിടെ നിന്നവർ പറഞ്ഞത് പ്രകാരം സിസ്റ്റർ തിരികെ മഠത്തിലേക്ക് പോയി. അസ്വാഭാവികമായതെന്തോ ഒന്ന് സംഭവിക്കുന്നു എന്നുള്ള ചിന്ത കൊണ്ടാവാം തിരികെ മഠത്തിലെത്തിയ സിസ്റ്റർ റാണി വചനമെടുത്ത് വായിച്ചു. ഏശയ്യ 49:16. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കൈയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. ഈ വചനത്താൽ ശക്തിയായ സിസ്റ്റർ 1 മണിക്കൂറിന് ശേഷം വരുന്ന ബസ്സിൽ കയറുവാനായി ചെല്ലുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച ഒരാൾ ഡ്രൈവർ സീറ്റിൻ്റെ പിന്നിലേക്ക് സിസ്റ്ററിൻ്റെ ബാഗ് സീറ്റിൽ നിന്നെടുത്ത് നീക്കിവെച്ചു. ആ സീറ്റിലിരിക്കുന്നയാൾ രോഗിയാണെന്നും സിസ്റ്ററോട് ഏറ്റവും പിറകിലെ സീറ്റിലേക്ക് ഇരിക്കുവാനും ആവശ്യപ്പെട്ടു. ആ വചനത്തിൻ്റെ ശക്തിയാൽ സിസ്റ്റർ റാണി മരിയ എപ്പോഴും തന്നെ എതിർക്കുന്ന പഞ്ചായത്ത് മെമ്പറും ഗ്രാമത്തിലെ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നവനുമായ ജീവൻ സിംഗിൻ്റെയും അയാളുടെ കാവൽക്കാരായ ധർമ്മേന്ദ്ര, സമുന്ദർ സിംഗ് എന്നിവരുടെ മധ്യത്തിലായി ഇരുന്നു. വനത്തിലൂടെയും നാട്ടിൻപുറത്തെ വഴികളിലൂടെയും കല്ലിൽ നിന്ന് കല്ലിലേക്ക് തട്ടിയും തെന്നിയും പതിയെ പതിയെ ഓടി മലമുകളിലെത്തിയ ബസ്സിൽ നിന്ന് എല്ലാവരും ചായ കുടിക്കുവാനും വിശ്രമത്തിനുമായി ഇറങ്ങി. യാത്ര വീണ്ടും പുറപ്പെടുമ്പോൾ സമുന്ദർ സിംഗ് പാറയിൽ തേങ്ങയുടയ്ക്കുവാൻ വേണ്ടി ബസ് നിർത്തുവാൻ ആവശ്യപ്പെട്ടു. ആ പൊട്ടിയ തേങ്ങയുടെ കഷ്ണങ്ങൾ അയാൾ ബസ്സിലുള്ള എല്ലാവർക്കും നൽകുന്നതിനിടയിൽ ജീവൻ സിംഗ് സിസ്റ്ററിനെ ഉപദ്രവിക്കുവാൻ തുടങ്ങി. തേങ്ങാപ്പോൾ സിസ്റ്ററിന് നേരെ നീട്ടുകയും വാങ്ങുവാനായി കൈ നീട്ടുമ്പോൾ അയാൾ കളിയാക്കിക്കൊണ്ട് തേങ്ങ ഒരല്പം പിന്നിലേക്ക് വലിക്കുകയും ചെയ്യും. ഇന്ന് നിങ്ങൾ വളരെ സന്തോഷത്തിലാണല്ലോ, എന്താ കാരണമെന്ന് സിസ്റ്റർ ചോദിച്ചപ്പോൾ ഇതാണ് കാരണമെന്ന് പറഞ്ഞുകൊണ്ട് സമുന്ദർ സിംഗ് കത്തിയെടുത്ത് സിസ്റ്ററിനെ ആഞ്ഞുകുത്തി. മുഖത്തും ശരീരങ്ങളിലും മുറിവേറ്റ സിസ്റ്റർ ബസ്സിൽ നിന്നും ഇറങ്ങി ഓടിയപ്പോൾ അയാൾ അവളെ വീണ്ടും കുത്തുകയും ബസ്സിൻ്റെ അടിയിലേക്ക് തള്ളിയിട്ടിട്ട് ചക്രം കയറ്റിക്കൊല്ലുവാൻ ഡ്രൈവറോട് ആവശ്യപ്പെട്ടു. ആളുകൾ ചിതറി ഓടി. ഡ്രൈവർ വിസമ്മതിച്ചു. അപ്പോൾ അയാൾ വീണ്ടും ബസ്സിനടിയിൽ നിന്നും സിസ്റ്ററിനെ പുറത്തേക്ക് വലിച്ചു മാറ്റി തുടരെ തുടരെ കുത്തി. മൊത്തം 54 കത്തിക്കുത്തുകൾ ആ ശരീരത്തേറ്റിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇൻഡോറിലെ ബിഷപ്പ് ജോർജ് ആനത്തിലിൻ്റെ എപ്പിസ്കോപ്പൽ വസതിയിലേക്ക്
മൃതദേഹം കൊണ്ടുപോയി. ചില മരണങ്ങൾ ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ പെടുമരണങ്ങളായി കണക്കാക്കാം. എന്നാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ അതിനൊരു വിലയുണ്ട് എന്ന് തിരിച്ചറിയുവാൻ വേണ്ടി സിസ്റ്റർ റാണി മരിയ 1985 ജൂൺ 23 മുതൽ 29 വരെ പെരുമ്പാവൂരിൽ ധ്യാനം കൂടുമ്പോൾ തൻ്റെ ഡയറിയിൽ എഴുതി വെച്ച വാക്കുകൾ നമുക്ക് പരിശോധിച്ചുകൊണ്ട് മനസ്സിലാക്കാം. എൻ്റെ നവീകരണ ദിനമായി ജൂൺ 27 ഞാൻ ഇന്നു മുതൽ ഏറ്റെടുക്കുന്നു. എല്ലാ ദിവസവും 6000 പ്രാവശ്യം യേശു എന്ന നാമം ഞാൻ ഉരുവിടും. കർത്താവായ യേശുവെ, പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് ഞാൻ കൂടെ പറഞ്ഞുകൊണ്ടിരിക്കും. എല്ലാ ശനിയാഴ്ചയും കുമ്പസാരിക്കും. സഭാനിയമം എല്ലാ ആഴ്ചകളിലും അല്ല, 2 ആഴ്ച കൂടുമ്പോൾ ഒരിക്കലാണ് കുമ്പസാരിക്കണമെന്ന് സിസ്റ്റർമാരോട് പറയുക. എന്നാൽ ഇവിടെ സിസ്റ്റർ റാണി മരിയ എല്ലാ ശനിയാഴ്ചയും കുമ്പസാരത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുകയാണ്. സിസ്റ്റർ റാണി മരിയ മരിച്ചതും 1995 ഫെബ്രുവരി 25 ശനിയാഴ്ചയാണ്. സിസ്റ്ററിൻ്റെ ബിയാറ്റിഫിക്കേഷൻ നടന്നതും ഒരു ശനിയാഴ്ചയാണ്. എന്നും രാവിലെ 5 മണി മുതൽ 6 മണി വരെ നിർബന്ധമായും വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഞാൻ മാറ്റിവെക്കുമെന്ന് സിസ്റ്റർ ഒരു തീരുമാനമെടുത്തു. എല്ലാ മാസവും 27 തൻ്റെ മാനസാന്തര ദിനമായി പ്രഖ്യാപിച്ച് അത് പാലിച്ചു വന്നു. ഒരു റീകളക്ഷൻ പ്രാർത്ഥനാ ദിനമാക്കി ആ ദിവസത്തെ 1985 ജൂൺ മാസം 27 എടുത്ത തീരുമാനത്തെ സിസ്റ്റർ ഒരു പ്രാർത്ഥനാ ദിനമാക്കി മാറ്റി. ശ്രദ്ധിക്കുക, ഒരു ശനിയാഴ്ച സിസ്റ്റർ കൊല്ലപ്പെടുന്നു. ഫെബ്രുവരി 25 ശനിയാഴ്ച സിസ്റ്റർ കുംഭസാരത്തിന് ശേഷം യാത്ര തിരിച്ച് മരണത്തെ പുൽകിയെങ്കിൽ തൻ്റെ പ്രാർത്ഥനാ ദിനമായി താൻ തിരഞ്ഞെടുത്ത 27 തൻ്റെ ശവസംസ്കാരം നടത്തപ്പെടുകയാണ്. ഇതാണ് കർത്താവിൻ്റെ പദ്ധതി എന്ന് പറയുവാൻ കാരണം. മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ, ലോകത്തിൻ്റെ കാഴ്ചപ്പാടിൽ ചില മരണങ്ങൾ ദുഃഖം വമിപ്പിക്കുന്നു. എന്നാൽ ആത്മീയമായ കണ്ണുകളിലൂടെ നോക്കുന്നവർക്ക് അവിടെ അനുഗ്രഹത്തെ കാണുവാൻ സാധിക്കും. സിസ്റ്ററിനെ കൊലപ്പെടുത്തിയ ശേഷം സമുന്ദർ സിംഗ് ഇറങ്ങി ഓടി. 3 ദിവസങ്ങൾക്ക് ശേഷം അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തുടർന്ന് 14 വർഷത്തെ ജയിൽ ശിക്ഷയ്ക്ക് വേണ്ടി വിധിച്ചു. 10,000 രൂപയ്ക്ക് വാടക കൊലയാളിയായി മാറിയ സമുന്ദറിന് 5,000 രൂപയാണ് പ്രതിഫലമായിട്ട് കിട്ടിയത്. ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ തന്നെ വഞ്ചിച്ച ജീവൻ സിംഗിനെ കൊന്ന് താനും മരിക്കുമെന്ന് പറഞ്ഞ സമുന്ദർ സിംഗിനെ സ്വാമി സദാനന്ദ എന്ന വൈദികൻ ജയിലിൽ സന്ദർശിക്കുകയും മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്തു. 2002 ഓഗസ്റ്റ് 31 സമുന്ദർ സിംഗിനെ ജയിലിൽ സന്ദർശിക്കുകയും പൂർണ്ണ ക്ഷമ പ്രകടിപ്പിച്ച് ആ കൊലപാതകിയുടെ മാനസാന്തരം പൂർണ്ണമാക്കി. സിസ്റ്റർ സൽമി പോൾ ഈശോയോട് ആവലാതി പറഞ്ഞപ്പോൾ ഒരു സ്വരം കേട്ടു. ഞാനും എൻ്റെ അമ്മയും മരണനേരത്ത് അവളുടെ അരികിലുണ്ടായിരുന്നു. ഇതാ, നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നുവെന്ന് വചനത്തിലൂടെ സിസ്റ്റർ റാണി മരിയെ ശക്തിപ്പെടുത്തിയ ഈശോയുടെ സ്വരം കേട്ട സൽമി പോൾ എന്ന സിസ്റ്റർ സെലിൻ്റെ വാക്കുകൾ തങ്ങളുടെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും കൂടി ഈശോ പറഞ്ഞ വാക്കുകളായി മാറി. 2003 ഫെബ്രുവരി 25 സമുന്ദർ സിംഗിനെ കണ്ട ഏലിശോമ്മ തൻ്റെ മകളെ കൊന്നവൻ്റെ കൈകളിൽ ചുംബിച്ചുകൊണ്ട് തൻ്റെ ക്ഷമയും സ്നേഹവും യഥാർത്ഥ ക്രിസ്തീയ ജീവിതത്തിൻ്റെ മാതൃക ലോകത്തിന് പകർന്നു നൽകി. തനിക്ക് മകളെ നഷ്ടപ്പെട്ടപ്പോൾ ദൈവം തനിക്കൊരു മകനെ നൽകിയെന്ന് പറഞ്ഞ് സമുന്ദർ സിംഗിനെ അമ്മ ആലിംഗനം ചെയ്തപ്പോൾ പശ്ചാത്താപ വിവശനായ ആ മനുഷ്യൻ പാപബോധത്താൽ പുറത്തേക്ക് ഓടിയിറങ്ങി ഒരു കല്ലെടുത്ത് സിസ്റ്ററിനെ കുത്തിക്കൊല്ലുവാൻ കത്തി പിടിച്ച സ്വന്തം കരങ്ങളിൽ ആഞ്ഞാഞ്ഞിടിച്ചു. പിതാവ് പൈലിയും സിസ്റ്ററിൻ്റെ സഹോദരങ്ങളും അയാളെ സ്നേഹം കൊണ്ട് കീഴടക്കിയപ്പോൾ സ്വർഗത്തിലെ ദൈവം സിസ്റ്ററിൻ്റെ മധ്യസ്ഥതയാൽ സമർപ്പിക്കപ്പെടുന്ന പ്രാർത്ഥനാ അപേക്ഷകൾക്ക് വേഗം പ്രത്യുത്തരം നൽകുവാൻ തുടങ്ങി. രോഗികൾക്ക് സൗഖ്യം, മക്കളില്ലാത്ത ദമ്പതികൾക്ക് കുഞ്ഞുങ്ങൾ, വിവിധങ്ങളായ അപേക്ഷകൾ, യാചനകൾ ഉടനടി നടക്കുന്നത് ഇൻഡോറിനെ വലിയ മാനസാന്തരത്തിലേക്കും ക്രിസ്തീയ വിശ്വാസത്തിലേക്കും നയിച്ചു. തുടർന്ന് 2004 നവംബർ 4 സഭ സിസ്റ്റർ റാണി മരിയെ രക്തസാക്ഷിയായി പ്രഖ്യാപിച്ചു. ഭാരതസഭയിലെ രക്തസാക്ഷിത്വ മകുടം ചൂടിയ ആദ്യ സ്ത്രീ എന്ന പ്രത്യേകതയുമുണ്ട്. നാമകരണ നടപടികളുടെ ഭാഗമായി 2005 ജൂൺ 29 മുതൽ 2007 ജൂൺ 28 വരെ രൂപതയുടെ നേതൃത്വത്തിൽ പഠനങ്ങൾ ആരംഭിച്ചു. 2014 വാഴ്ത്തപ്പെട്ടവളായി അംഗീകരിച്ചു. 2017 മാർച്ച് 23 ഫ്രാൻസിസ് പാപ്പ ഈ നിർദ്ദേശത്തെ സാധൂകരിക്കുകയും അതേ വർഷം നവംബർ 17 ബ്ലസ്ഡ് റാണി മരിയ എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. 2 തരം അമ്മമാരുണ്ട്. അവരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ജീവിതത്തിലൂടെ മാതൃത്വത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ് സ്ത്രീകൾ. അവർ അമ്മയെന്ന് വിളിക്കപ്പെടുന്നത് സ്വന്തം കുഞ്ഞിൻ്റെ അതിരത്തിലൂടെയാണ്. ഇതാണ് 1ാമത്തെ തരം. ഇനി 2ാമത്തെ തരം. തങ്ങളുടെ പ്രവൃത്തി മണ്ഡലത്തിലൂടെയും
നിസ്വാർത്ഥമായ സേവനത്തിലൂടെയും ഉള്ളിൽ നിറയുന്ന ദൈവസ്നേഹത്തെ മറ്റുള്ളവരിലേക്ക് മാതൃസഹജമായ വാത്സല്യത്തോടെ പകരുമ്പോൾ പ്രായഭേദമന്യേ ഓരോ കന്യാസ്ത്രീയെയും വിളിക്കുന്ന പേരാണ് അമ്മ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 11-ാമത്തെ വാക്യം, യേശു പറഞ്ഞു, കൃപ ലഭിച്ചവരല്ലാതെ മറ്റാരും ഈ ഉപദേശം ഗ്രഹിക്കുന്നില്ല. എന്തെന്നാൽ ഷണ്ഡരായി ജനിക്കുന്നവരുണ്ട്, മനുഷ്യരാൽ ഷണ്ഡരാക്കപ്പെടുന്നവരുണ്ട്, സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ഷണ്ഡരാക്കുന്നവരുണ്ട്. ഗ്രഹിക്കാൻ കഴിവുള്ളവൻ ഗ്രഹിക്കട്ടെ.